എന്താ അവിടെ ഒരു പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ഈ ലോകത്തിലൊരു പ്രശ്നമുണ്ട്. ആദ്യം വണ്ടി സൈഡാക്ക്. പാച്ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. മൂക്കിൽ പോയി അത് പ്രശ്നമാക്കണ്ടെന്ന് ആക്കിയാൽ മതി, ശരിയായിക്കോളും. മിടുക്കന്മാർ ആര്? 3 പേരും. റബ്ബേ, നീ എന്നെ കുത്തുവാള എടുപ്പിക്കല്ലേ. ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. നിറകുടം തുളുമ്പും എന്നല്ലേ പ്രമാണം. ദൈവമേ, ഇയാൾക്ക് എന്താ ഭ്രാന്ത? വെറുതെ നിൽക്കുന്ന മനുഷ്യനെ കറത്തടിക്കണത്. ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല. എന്താണ് ഒരു പോംവഴി എന്ന് പറ. നിങ്ങളുടെ വേഷം കണ്ടാൽ തന്നെ സംശയിക്കും. എന്താണ് ഈ വേഷത്തിനൊരു കുഴപ്പം? ഒറ്റ നോട്ടത്തിനൊരു തറവാട് ലുക്ക് തോന്നുകയല്ലേ? ഒരു തറവാടിയതാന്ന് തോന്നുന്നു. ഈ വണ്ടി സ്പീഡോട്ട് പറഞ്ഞാൽ ആരും ഇടപെട്ടിട്ടില്ല. പോയത് എടുത്ത് ഞങ്ങളുടെ പേര് കേസെടുത്തു. എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ യാത്രക്കാർക്ക് ഒരാൾക്ക് പോലും തന്നില്ല. ഈ യാത്രക്കാർക്ക് ആളും നമ്മളെ ഒരു 30 കിലോമീറ്റർ സ്പീഡിലോ ഹെൽമെറ്റ് വെക്കാണ്ട് പോയി ഫോട്ടോ എടുക്കലോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കലോ. എടാ, ഇത് സത്യമായ കാര്യമാണോ അതോ ഈ വണ്ടിയിൽ ആള് വീണ് മരിച്ചാൽ നിങ്ങൾ സമാനം പറയാം? ഇല്ലല്ലോ, അങ്ങനെ വേണ്ടതേ. അങ്ങനെ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകില്ല. നിന്റെ അച്ഛൻ അത് പറയാൻ താനാരോട് പറ്റി? നീ അത് കുടിച്ചാൽ നിന്നിട്ട് നിന്റെ വണ്ടി ഇവിടുന്ന് പോകും. അത്രേ ഉള്ളൂ. നടക്കൂല. വെറുതെ അതിനെ കുറിച്ച് ആലോചിക്കുകയും വേണ്ട. അവർക്ക് വിഷയമില്ല, അവര് കുടിക്കട്ടെ. പിന്നെ പയ്യൻ വേണ്ട വേണ്ടെന്നേ പറയൂ, പക്ഷെ ചേട്ടൻ അറിഞ്ഞു ചെയ്തോളണം. ഇത് നാടിനൊരു ഇവര് മാത്രമല്ല, മുഴുവൻ പ്രൈവറ്റ് ബസ്സിനുള്ള മാതൃക ഇത്. ഇവിടെ നടന്നത് പുറത്താരോടും പറയണ്ട. ഇന്നത്തെ ഇൻട്രസ്റ്റ് എല്ലാം പോയി. വാങ്ങിച്ചേ ശീലമുള്ളൂ, കൊടുത്ത് ശീലമില്ല. അപ്പോ ഞാനങ്ങോട്ട് ബൈ ബൈ.